അപ്പൊ ഇവിടെ അപ്രോച്ച് എന്ന് പറയുന്നത് വിമർശിക്കുന്നവരുടെ വായടപ്പിക്കുക എന്നുള്ളതാണ്. പ്രശ്നത്തെ പരിഹരിക്കുകയല്ല. ഇതിൽ ആര് ജയിച്ചാലും തോറ്റാലും ഇവിടുത്തെ സാധാരണ രോഗികൾക്ക് എന്താണ് അതുകൊണ്ട് ഗുണമുള്ളത്? ഇവിടെ ദുരന്തത്തിന് വേണ്ടി മത്സരിച്ചിട്ടുണ്ട്. കമ്പീറ്റിംഗ് ഫോർ ട്രാജഡി എന്ന് പറയും. ആരാണ് കൂടുതൽ മോശം എന്നുള്ള കാര്യത്തിലാണ് ഇപ്പൊ മത്സരം. ഹാരിസിന്റെ തുറന്ന പറച്ചിലോടുകൂടി എടുക്കുന്ന നടപടികൾ ഒരു ശുദ്ധീകരണത്തിനുള്ള തുടക്കമാവുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇവിടെ പക്ഷെ സർക്കാരിന്റെ സമീപനം കണ്ടിട്ട് അങ്ങനെയല്ല തോന്നുന്നത്. അവർ ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് പകരം ആ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാനും അവരെ പരിഹസിക്കാനും അവരുടെ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള തെറ്റുകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തങ്ങളുടെ തെറ്റുകൾ ചെറുതാണെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ ദുരന്തത്തിന് വേണ്ടി മത്സരിച്ചിട്ടുണ്ട്. കമ്പീറ്റിംഗ് ഫോർ ട്രാജഡി എന്ന് പറയും. ആരാണ് കൂടുതൽ മോശം എന്നുള്ള കാര്യത്തിലാണ് ഇപ്പൊ മത്സരം. നമുക്ക് ഇവിടെ രോഗികൾ ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടുന്നു. ശസ്ത്രക്രിയ ചെയ്യേണ്ട ആളുകൾക്ക് ശസ്ത്രക്രിയ ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളോ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളോ ഇല്ല. അവിടുത്തെ ഡോക്ടർ തന്നെ അതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തുന്നു. മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ കക്ഷികളെല്ലാം ആ വിഷയം ഏറ്റെടുക്കുമല്ലോ. ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്താ പറയുന്നത്? ഞങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നുള്ളതല്ല, ഞങ്ങൾ പ്രതിപക്ഷവുമായിട്ട് സംവാദത്തിന് തയ്യാറാണെന്നുള്ളതാണ്. ഈ സംവാദം നടത്തിയാൽ എന്താണ് ഇവിടെ ചെയ്യാൻ കഴിയുക? UDF-ന്റെ കാലഘട്ടത്തിൽ ഹോസ്പിറ്റലുകളുടെ മാനേജ്മെന്റ് ഇതിനേക്കാൾ മോശമായിരുന്നു. ആ കാലഘട്ടത്തിൽ ആരോഗ്യ മേഖല കുറെ കൂടി കുത്തഴിഞ്ഞതായിരുന്നു. അതിനോട് താരതമ്യം ചെയ്യുമ്പോൾ ഞങ്ങളുടേത് മോശമാണെങ്കിലും അത്ര മോശമല്ല എന്ന് സ്ഥാപിക്കാൻ ഇവർക്ക് സാധിച്ചേക്കും. ഇതിൽ ആര് ജയിച്ചാലും തോറ്റാലും ഇവിടുത്തെ സാധാരണ രോഗികൾക്ക് എന്താണ് അതുകൊണ്ട് ഗുണമുള്ളത്? അപ്പൊ ഇവിടെ അപ്രോച്ച് എന്ന് പറയുന്നത് വിമർശിക്കുന്നവരുടെ വായടപ്പിക്കുക എന്നുള്ളതാണ്. പ്രശ്നത്തെ പരിഹരിക്കുകയല്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടത് പ്രതിനിധി അദ്ദേഹം പറഞ്ഞത്. ഈ ചർച്ചയിൽ ഇരിക്കുന്ന BJP-കാരനോട് UP-യിലെ കണക്ക് പറയിക്കാൻ പറയുന്നതാണ്. വാദത്തിന് വേണ്ടി UP-യിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ എടുത്താൽ പോലും ഇവിടെ നിൽക്കുന്ന കാര്യങ്ങൾക്കുള്ള ന്യായീകരണമാകും അത്. ഞാൻ വാദത്തിന് വേണ്ടിയാ പറഞ്ഞിട്ടുണ്ട്. UP-യിലെ കുട്ടികൾ മരിച്ചിട്ടുള്ളത് ജപ്പാനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ബാധിച്ചിട്ടാണ്. 1996 മുതൽ UP-യിലെ ഗോരഖ്പൂർ മേഖലയിൽ ഈ ജപ്പാനീസ് എൻസെഫലൈറ്റിസുമായി ബന്ധപ്പെട്ട മരണനിരക്ക് വളരെ കൂടുതലാണ്. യോഗി ആദിത്യനാഥ് 2017 UP മുഖ്യമന്ത്രിയായിട്ട് വന്നത്. 2014 ജപ്പാനീസ് എൻസെഫലൈറ്റിസ് വന്ന് മരിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം 4500-ന് മേലെയാണ്. 2015 3500 2016 5000-ന് അടുത്താണ്. ആ മരണനിരക്ക് കുറച്ചുകൊണ്ട് വരെയാണ് ചെയ്തത്. ഇപ്പൊ UP-യിലുള്ള ജപ്പാനീസ് എൻസെഫലൈറ്റിസിന്റെ മരണനിരക്ക് എത്രയാണെന്നറിയോ? 2025-ലെ സംഖ്യ 0. ഈ പറയുന്ന ഒരു ദുരന്തം ഞാൻ പറയട്ടെ, അങ്ങ് പറയുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. അങ്ങ് പറഞ്ഞ കാര്യങ്ങളെ പറ്റി മുഴുവൻ എനിക്ക് എതിരഭിപ്രായമുണ്ട്. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ശരിയല്ലെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഞാൻ ആ കാര്യത്തിലൊന്നും ഇടപെട്ടിട്ടില്ലല്ലോ. ഞാൻ പറയുമ്പോൾ അത് കേൾക്കാനുള്ള മര്യാദ അങ്ങ് തിരിച്ചു കാണിക്കും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. കേരളം പോലത്തെ ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടിയിട്ടുള്ള സ്ഥലമല്ല UP. കേരളത്തിൽ ഈ ജനാധിപത്യ ഭരണകൂടം വരുന്നതിന് മുൻപേ തന്നെ വളരെ നന്നായി ഭരിച്ചിട്ടുള്ള രാജകുടുംബങ്ങൾ വളരെ മികച്ച ആരോഗ്യ മേഖല കേരളത്തിന് സമ്മാനമായി തന്നിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തമാണ് ജനാധിപത്യ സർക്കാരുകൾക്ക് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വാക്സിനേഷൻ ഡ്രൈവ് നടന്നിട്ടുള്ള സ്ഥലം കേരളമാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടുള്ള സ്ഥലം കേരളമാണ്. ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ടുള്ള സ്ഥലം കേരളമാണ്. ഇങ്ങനെയുള്ള വലിയ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിലെ മൊത്തം ലിറ്ററസി റേറ്റ് 12% ആയിരുന്നു. കേരളത്തിൽ അന്ന് 50% ലിറ്ററസി ഉണ്ടായിരുന്നു. അന്ന് ഇന്ത്യയുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് കേവലം 31 വയസ്സായിരുന്ന സമയത്ത് കേരളത്തിൽ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 50 വയസ്സിന് അടുത്തായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ഹെഡ് സ്റ്റാർട്ട് ഉണ്ടായിരുന്നു. UP എന്നൊക്കെ പറയുന്നത് ഈ റിവോൾട്ട് ഓഫ് 1857 ശേഷം ബ്രിട്ടീഷുകാർ ബ്രൂട്ടലി ക്രഷ് ചെയ്ത് സപ്രസ് ചെയ്ത് ഒരു പുൽനാമ്പ് പോലും ഇനി ആ മേഖലയിൽ മുളക്കില്ലെന്ന് ഉറപ്പ് വരുത്തുന്ന മട്ടിൽ മാനസികമായി കൂടി ആ ജനങ്ങളെ ക്രഷ് ചെയ്തുള്ള സ്ഥലം. അവിടെ നിന്ന് അവര് ആ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് വരുമ്പോ ഇത്രയും മികച്ച തുടക്കം കിട്ടിയിട്ടില്ല. നമ്മൾ മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള ചോദ്യം. ഇത് ഈ ആമയും മൊയിലും കൂടിയിട്ടുള്ള ഓട്ട മത്സരത്തിന്റെ അവസാനത്തെ ലാപ്പിൽ ഞാൻ മുന്നിലാണല്ലോ എന്ന് മൊയിൽ ആഗ്രഹിക്കുന്ന പോലെയാ. നിങ്ങൾ പുറകോട്ടായി വരുന്നുണ്ട്, ആമ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ള വലിയ ചിത്രം നിങ്ങൾ കാണുന്നില്ല എന്നുള്ള. ഞാനിവിടെ കണക്കും കാര്യങ്ങളൊന്നും നിരത്തി സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ അത്ര കണക്കിലൊന്നും പാണ്ഡിത്യരിക്കില്ല. ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം പറയാം. ഇപ്പോ വാക്സിൻ ഫിഗേഴ്സ് ഒന്നും വേണ്ടല്ലോ. നമ്മളെല്ലാം ഈ മെഡിക്കൽ കോളേജിൽ ആശ്രയിക്കുന്ന സാധാരണ മനുഷ്യരാണല്ലോ. എന്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവും. ഏപ്രിൽ 2-ാം തീയതി ഞാൻ ഫേസ്ബുക്കിൽ ക്യാൻസർ രോഗിയായിട്ടുള്ള രജിത നായർ എന്ന് പറയുന്ന സ്ത്രീക്ക് ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ചേച്ചിക്ക് 37 വയസ്സുള്ള പാലക്കാട്ടുകാരിയായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് ഒരു ചെറിയ കുട്ടിയുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് ലെഫ്റ്റ് ബ്രസ്റ്റിന് ക്യാൻസർ ആയിരുന്നു. അതിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെയാണ് ആശ്രയിച്ചിരുന്നത്. അവർക്ക് കുറെ കാലമായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ സ്ഥിരമായിട്ട് ഒരു റിവ്യൂവിന് പോകുന്നുണ്ട്. സർജറിയുടെ ഡേറ്റ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഡേറ്റിലൊന്നും ഇവർക്ക് സർജറി നടന്നില്ല. പല കാരണങ്ങൾ പറഞ്ഞത് നീട്ടി കൊണ്ടുപോയിരുന്നു. ഇവർക്ക് വലിയ സാമ്പത്തിക ബാധ്യത, പല സ്ഥലത്ത് കടമൊക്കെ മേടിച്ചിട്ടാണ് ഒരു കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. അങ്ങനെയാണ് അവർ എന്നെ ബന്ധപ്പെടുന്നത്. ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റൊക്കെ എഴുതി. ഇവർക്ക് അത്യാവശ്യം പൈസയൊക്കെ പിരിച്ചു കിട്ടി. അങ്ങനെ ഈ ഒരു ഡേറ്റ് ഏപ്രിൽ 4-ാം തീയതിയാണ് സർജറിയുടെ ഡേറ്റ് പറഞ്ഞിരുന്നത്.
അവര് ഏപ്രിൽ 4-ാം തീയതി പോയി. ഇവരെ പരിശോധിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സർജറിക്ക് ഫിറ്റ് ആയിട്ടില്ല, നിങ്ങളിപ്പോ ആരോഗ്യപരമായിട്ട് സർജറിക്കുള്ള ശാരീരികാവസ്ഥയിലല്ല ഉള്ളത്, 2 ആഴ്ച കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ബുധനാഴ്ചയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ സർജറിയുടെ റിവ്യൂ. ഇവര് ബുധനാഴ്ച പോകും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. ഈ സർജറി റിവ്യൂ കമ്മിറ്റി ഇവരെ നോക്കിയതിനു ശേഷം സർജൻ പറയും ആയിട്ടില്ല, 1 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വരും. ഇങ്ങനെ 4-5 ബുധനാഴ്ചകൾ കഴിഞ്ഞു. ഇവരുടെ ശരീരത്തിൽ ഈ ക്യാൻസർ വ്യാപിക്കാൻ തുടങ്ങി. ഇവർക്ക് സഹിക്കാൻ കഴിയാത്ത വേദനയായിരുന്നു. ഓരോ ദിവസം കഴിയുന്നവരും കിടന്നുറങ്ങാൻ പറ്റാത്ത വേദനയാണ്. അവസാനം ജൂൺ മാസമായിരുന്നു, അതായത് ഏതാണ്ട് 2 മാസം കഴിഞ്ഞ സമയത്ത് അവരെന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സർജറി നടക്കുമെന്ന് തോന്നുന്നില്ല, അവർ പല കാരണങ്ങൾ പറഞ്ഞ് ഇത് നീട്ടി കൊണ്ടുപോകണം, എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ്, വേറെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു. ഞാനന്ന് കേന്ദ്രമന്ത്രിയായിട്ട് ശ്രീ സുരേഷ് ഗോപിയുമായി വരെ ബന്ധപ്പെട്ടു. ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ സർജന്മാരോടൊക്കെ സംസാരിച്ചു. അവർ പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സർജറി ഇപ്പൊ എന്തായാലും ചെയ്യാൻ സാധിക്കില്ല, പല കാരണങ്ങൾ പറഞ്ഞിട്ട് അത് നീട്ടി. 2 ആഴ്ച കൂടി കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? ഈ സ്ത്രീയുടെ റിവ്യൂ നടത്തിയ സമയത്ത് ഇവരുടെ സർജറി കൂടുതൽ, ഇവരുടെ ക്യാൻസർ കൂടുതൽ വ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പൊ റൈറ്റ് ബ്രസ്റ്റിലേക്ക് കൂടി ക്യാൻസർ വ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ശാരീരികാവസ്ഥ കൂടുതൽ മോശമായിരിക്കുകയാണ്. ഈ ഒരു കാരണവശാലും സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം വീണ്ടും ഞങ്ങൾ പിരിവെടുത്ത് അത്യാവശ്യം പൈസയൊക്കെ സംഘടിപ്പിച്ച് കൊടുത്ത് ഇവരെ കോയമ്പത്തൂരിലുള്ള രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന ആശുപത്രിയിൽ കൊണ്ടുപോയി. 2 ആഴ്ചക്കുള്ളിൽ ആ സ്ത്രീ മരിച്ചു. അതിനുശേഷം ഈ സ്ത്രീയുടെ കുടുംബം തന്നെ, അതായത് ഭർത്താവ് അത്രയും സാമ്പത്തിക ബാധ്യതയിലായി കഴിഞ്ഞിരുന്നു. ഒരു ചെറിയ കുട്ടി പഠിക്കുന്നുണ്ട്, ഇദ്ദേഹം ജോലിക്ക് വേണ്ടി ഗുജറാത്തിലേക്ക് പോയി. ഈ സ്ത്രീയുടെ അമ്മ ആരും നോക്കാനില്ലാണ്ട് പാലക്കാട് അനാഥയായി. ആ സ്ത്രീ ഇപ്പൊ അവസാനം ഞങ്ങളെല്ലാരും കൂടി ചേർന്ന് പാലക്കാട് സേവാഭാരതിയുടെ വൃദ്ധാശ്രമത്തിൽ ആക്കിയിട്ടാണ് വരുന്നത്. അവരെന്നോട് പറഞ്ഞു എന്റെ മകന് ജീവിച്ചിരുന്നിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ ഒരിക്കലും വരുമായിരുന്നില്ല. ആരാണ് ഉത്തരവാദി? അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരെ സംബന്ധിച്ച് നീണ്ട കാലയളവ് കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്.